റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 24, 25, 26 ഭാഗങ്ങളാണ് തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ഭാഗങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമോൺ, 24, 25, 26 വാക്യങ്ങൾ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. റോമാലേഖനത്തിന്റെ ആശീർവാദം എന്ന വണ്ണം ലേഖനത്തിന്റെ ഉപസംഹാരത്തിൽ 24, 25, 26 വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്ത വിശ്വാസത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും വാക്കുകൾക്ക് മനോഹരമായ ആശീർവാദ വാക്കുകൾ നൽകി താൻ സഭയെ ആശീർവദിക്കുകയാണ്. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് ആമേൻ. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, ഇതാണ് ദൂത്. ആമേൻ. സോ ഞാൻ ഈ ഭാഗം ആവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്ന് പറഞ്ഞു വിട്ടതാണ്. നമുക്ക് സത്യത്തിൽ ഒരു രക്ഷയല്ല വേണ്ടത്, സത്യത്തിൽ നമുക്ക് ഒരു വിശുദ്ധീകരണമല്ല വേണ്ടത്, നമുക്കൊരു സ്ഥിരപ്പെടലാ വേണ്ടത്. കരമുയർത്തി പറഞ്ഞാട്ടെ, എന്നെ സ്ഥിരപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സഭയുടെ മേലുള്ള ആത്യന്തികമായ ദൂത. ഈ ദൂതിലേക്കാണ് ഈ ആഴ്ചകളിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. അതിന്റെ ആദ്യം തുടങ്ങിയത് ഇങ്ങനെയാണ്: പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതും വെളിപ്പെട്ടതുമായി ഇപ്പോൾ വെളിപ്പെട്ടതുമായത്. ആ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറുതായിട്ടൊന്ന് തുറന്നു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതിന്റെ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം നിത്യ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. പൂർവകാലങ്ങളുടെ മുമ്പിൽ മറഞ്ഞു കിടന്നത് വെളിപ്പെടുക എന്നുള്ളത് നിത്യ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. അതിനുവേണ്ടി ദൈവ നിയോഗങ്ങളുണ്ട് എന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ ആഴ്ച ഈ രണ്ടൂടെ കലർത്തി പ്രസംഗിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വിഷയം ഞാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ക്രൈസ്റ്റ് റിവീലായതാണ് സഭ റിവീലായത് ആകുമെന്നതിന് തെളിവ്. ക്രൈസ്റ്റ് റിവീലായതാണ് സഭ റിവീലാകുമെന്നതിന് തെളിവ്. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം പുത്രനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ പുത്രത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾക്കകത്ത് അനേക ദൈവപുത്രന്മാർക്ക് യേശു ആദ്യജാതനായി. ആമേൻ. കഴിഞ്ഞ ആഴ്ച പറയേണ്ടതായിരുന്നു, ഈ ഭാഗം എടുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അനേക ദൈവപുത്രന്മാർ റിവീലാകേണ്ടതിന് ആദ്യജാതൻ വന്നു. ആമേൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏകജാതൻ എന്നാണ്. എന്താണ് ഏകജാതൻ? ഏകജാതൻ ആദ്യജാതനാകുമ്പോൾ അടുത്തവൻ വരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഏകജാതൻ റിവീലായെങ്കിൽ എന്ത് വരും? ഏകജാതൻ അകത്ത് റിവീലായെങ്കിൽ അവൻ ആദ്യജാതനാണ്. ആദ്യജാതന്റെ പുറകെ അനേക പുത്രന്മാർ വെളിപ്പെടും. ആദ്യജാതൻ റിവീലായി. എവിടെയാ റിവീലായേ? ഞാൻ ഒരു പദോടെ പറഞ്ഞാൽ നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചെന്നറിയില്ല. ആദ്യജാതൻ, ഏകജാതൻ അല്ലെങ്കിൽ ആ ദൈവപുത്രൻ റിവീലായത് ഈ വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ സഭയും റിവീലാകേണ്ടത് ഈ വേൾഡിലാണ്. ഹല്ലേലൂയ. ഇതാണ് മിസ്റ്ററി. ഈ മിസ്റ്ററി ആരെല്ലാം തടഞ്ഞാലും അത് തുറക്കും. രണ്ടാമത്തെ ഒരു പദം ഞാൻ പറയാതെ വിട്ടൊരു പദമുണ്ട്. എഫീസി ലേഖനം മറഞ്ഞു കിടന്നത് ഇപ്പോൾ വെളിപ്പെട്ടതുമായ വിഷയം ഞാൻ എഫീസി ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ തുറന്നു കൊണ്ടുവന്നത്. അതിന്റെ മഹിമാതനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം കൊലോസി ലേഖനം 1:26 മുതലുള്ള ഭാഗങ്ങൾക്കകത്താണ്.
അതിനകത്ത് അവിടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന മർമ്മത്തെക്കുറിച്ച്, അതിന്റെ മഹിമാദിനത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ മടി കൂടാതെ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നതിന്റെ പിന്നിലെ കാരണം ക്രൈസ്റ്റ് അവന്റെ ഉള്ളിൽ വന്നു എന്നാ. ഒന്നുകൂടെ പറയാം, എനിക്ക് ആരെക്കുറിച്ചും ഏത് മനുഷ്യനോടും എനിക്ക് പ്രബോധിപ്പിക്കാനുള്ള ഉത്സാഹം എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണം ക്രൈസ്റ്റ് റിവീലായി എന്നുള്ളതാണ്. ഇന്ന് പകലും ഹല്ലേലൂയ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടല്ല, മറിച്ച് ഞാൻ ഇത് പ്രസംഗിക്കുന്നതിന്റെ പിന്നിലെ കാരണം ക്രൈസ്റ്റ് മുണ്ടക്കയത്ത് റിവീലായെന്നുള്ളതാണ്. ക്രൈസ്റ്റ് റിവീൽ ആയതുകൊണ്ട് ഒരു റിവൈവൽ സംഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ക്രൈസ്റ്റ് റിവീൽ ആയെങ്കിൽ ഒരു റിവൈവൽ പുറകെ വെളിപ്പെടും. ക്രൈസ്റ്റ് റിവീൽ ആയെന്നുള്ള ആ വെളിപ്പെടുത്തലിനെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. കമോൺ, ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ഒരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ, ആദിജാതനിൽ നിന്ന് ദൈവം അനേക പുത്രന്മാരെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ, ഐ ബിലീവ്, ഈ അന്തരീക്ഷങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ആദ്യജാതൻ റിവീലായെങ്കിൽ ദൈവം അനേക പുത്രന്മാരെയും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ റിങ്കു കേട്ടോ, ഞാൻ അടിമകൾ പുറത്തു വരുമെന്നല്ല പറഞ്ഞേ. നോ നോ, അടിമ പുറത്തു വരുമെന്നല്ല പറയുന്നേ, പുത്രൻ പുറത്തു വരും. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അധികാരിതയുള്ള ദൈവശബ്ദം, ദൈവപുത്രന്മാരുടെ ഭൂമി കാണാൻ പോവുകയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാട് ഭൂമി കാതുകൊണ്ട് ശ്രദ്ധിക്കാൻ പോവുകയാ. ആർ യു റെഡി? മുണ്ടക്കയത്ത് ദൈവപുത്രന്മാർ ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ഒരാൾ തയ്യാറായാൽ ദൈവ അത്ഭുതങ്ങളെ കൊണ്ട് ഈ അന്തരീക്ഷങ്ങളെ തുണ നിൽക്കുവാനിടയായി തീരും. ഇത് കണ്ട് പേടിക്കുന്ന ഒരു ദുഷ്ട മേഖല ഇതിന്റെ പിറകെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഒന്നുകൂടി ആ വെളിപ്പാടിനകത്തേക്ക് പോവുകയാണ്. ഏകജാതനായ മകനെ ഹല്ലേലൂയ കിട്ടിയ അബ്രഹാമിനോട് ദൈവം പറയാണ്, നിന്റെ മകനെ എനിക്ക് വേണം. ഹല്ലേലൂയ. നിന്റെ മകനെ എനിക്ക് വേണം. അബ്രഹാം അതിനെ അനുസരിച്ചു. അബ്രഹാം അതിനെ അനുസരിച്ചു. യാഗം കഴിക്കുന്ന നേരത്തെ കൃത്യം അബ്രഹാമിനോട് പറയാണ്, ഹല്ലേലൂയ, ഈ യാഗത്തിന് നിനക്ക് ഞാൻ തന്ന മകനെ തരാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ ഒരു റിവൈവൽ, ഒരു വെളിപ്പെടുത്തൽ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇവനല്ല മരിക്കാൻ പോകുന്നത്, ഈ എൻ്റെ മകനാണ് മരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ പകല് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ആ കാൽവറി കുരിശിൽ യാഗമായ ക്രിസ്തുവേശുവിന്റെ വ്യക്തമായ നിഴല് അബ്രഹാം മോറിയ മലയിൽ യാഗം കഴിക്കുന്ന ആട്ടിൻ കൊറ്റന്റെ മേൽ കാണാൻ പറ്റുമെങ്കിൽ, യുഗങ്ങളുടെ മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് സർവഗോത്രങ്ങളിലേക്കും സർവഭാഷയിലേക്കും ഹല്ലേലൂയ ഇഴുകിപ്പോയ ജനത്തെ ആത്മാവിൽ പുറത്തിറക്കുന്നത് കാണാൻ പറ്റും. ഓ, ഞാൻ ആത്മാവിൽ കാണുന്നു, മുണ്ടക്കയത്തിന്റെ മേൽ വലിയ റിവൈവലുകൾ പരിശുദ്ധാത്മാവ് തുറന്നു വിടാൻ പോവുകയാണ്. സഭയിലുള്ള എല്ലാ വ്യക്തികളും, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും പറയണം, ഹല്ലേലൂയ, ഞാൻ വെളിപ്പെട്ടതിന്റെ പിന്നിലെ കാരണം ക്രൈസ്റ്റ് വെളിപ്പെട്ടെന്നുള്ളതാണ്. ക്രൈസ്റ്റ് വെളിപ്പെട്ടു എന്നുള്ളത് സത്യമായതുപോലെ, ആ ക്രൈസ്റ്റിനാൽ ഞാനും വെളിപ്പെട്ടത് സത്യമായതുപോലെ, ഹല്ലേലൂയ, അനേക ദൈവപുത്രന്മാർ ഈ പട്ടണത്തിനകത്ത് പുറത്തു വന്നിരിക്കും. ആർ യു റെഡി? ഈ പട്ടണത്തിനകത്തേക്ക് ഒരു പ്രാവശ്യം വരാൻ കിട്ടിയാൽ 10 പ്രാവശ്യം പറയാതെ ഇവിടുന്ന് വണ്ടി കയറരുത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവപുത്രന്മാരുടെ വാക്കിന്റെ അധികാരത്തിന്റെ മുമ്പിലാണ് ഹല്ലേലൂയ അന്തരീക്ഷങ്ങൾ കീഴടങ്ങാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ഈ വാക്കുകൾ ആധികാരികതയുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾ വെറുതെ പോകത്തില്ല. ഇതിന്റെ പ്രവൃത്തി കാണാതെ മടങ്ങി വരത്തില്ല. അനേക ദൈവപുത്രന്മാർ പുറത്തു വരാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് നിത്യ ദൈവത്തിന്റെ നിയോഗം. സമയത്ത് തൊട്ടിറക്കും. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള ബന്ധത്തിൽ റിവീലാകുക എന്നുള്ളത് ഏകജ്ഞാനിയായ ദൈവത്താൽ യഥാസ്ഥാനപ്പെടുക എന്നുള്ളത് നിത്യ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എന്താണ്? ഇന്നലെയും ഇന്നും നാളെയും നമ്മളോട് ബന്ധത്തിലാണ് ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാൻ പോകുന്നവനുമായ നിത്യ ദൈവത്തിന്റെ നിയോഗമായിരുന്നു. എന്റെ അർത്ഥം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അവന് മാറ്റങ്ങളില്ല. ആ നിയോഗത്തിന് മാറ്റങ്ങളില്ല. വെളിപ്പെടേണ്ടത് വെളിപ്പെടേണ്ട സമയത്ത് വഴി മാറാതെ വെളിപ്പെടും. ഒന്ന് പറഞ്ഞാടെ, എന്നോട് പറഞ്ഞാടെ, വെളിപ്പെടേണ്ടത് വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെട്ടിരിക്കും. നീ കയറി ചെന്നാലും നീ ഇറങ്ങി വന്നാലും നീ പറഞ്ഞാലും പറഞ്ഞില്ലേലും ഞാൻ ആത്മാവിൽ പറയുന്നത് വെളിപ്പെട്ടിരിക്കും. സമയം തെറ്റിയിട്ടും സ്ത്രീയുടെ പതിവുകൾ സാറയുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടും പറഞ്ഞ വാക്കുകളുടെ മുമ്പിൽ ചഞ്ചലപ്പെടാതെ അവിശ്വാസത്തിൻ്റെ ചിന്ത കയറി വരുമ്പോഴും ആ അവിശ്വാസത്തിൻ്റെ മുമ്പിൽ തളരാതെ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പറയുന്നു, കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ തലമുറകളെ ആക്കാം എന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ നിത്യദൈവമാണ്. ഈ വാക്കുകളോട് ചേർത്ത് വെക്കുന്ന ഒരു ശബ്ദം നിന്റെ അന്തരംഗത്തിൽ പ്രാർത്ഥനയിലോ പ്രവാചവാക്യത്തിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തി ആമേൻ പറഞ്ഞോണം. ഭൂമിയിൽ ഒരു മനുഷ്യനും നിന്റെ കൂടെ നിന്നില്ലെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു നിയോഗത്തിന്റെ ദൈവമുണ്ട്. അവൻ നിയോഗങ്ങളുടെ ദൈവമാണ്. നിയോഗം ഞാൻ 2-3 ആഴ്ചകൾക്ക് പിറകിൽ വെറുതെ പറഞ്ഞു. ഹല്ലേലൂയ. ഉറങ്ങിക്കടക്കുമ്പോഴും ഉറങ്ങാൻ കഴിയാതെ നിന്നെ കുത്തി എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ്. ഹല്ലേലൂയ. ആഗ്രഹമില്ലേലും ആത്മാവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മാവ് നിനക്ക് ചിന്തകളിലില്ലാത്തത് നിന്റെ നാവിലൂടെ പുറപ്പെട്ടു വരുന്ന ഒരു നിയോഗമാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ആടുകളെ മേയിച്ചുകൊണ്ട് ഹല്ലേലൂയ സഞ്ചരിക്കുമ്പോൾ ആ ഡ്രൈനസ് ആയ മനസ്സുകൊണ്ട് നടക്കുമ്പോൾ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് ഹല്ലേലൂയ ആടുകളുടെ കണ്ണിൽ നിന്ന് മാറി ഹല്ലേലൂയ മോശയുടെ കണ്ണുകളിൽ ഉടക്കുന്നത് ഒരു നിയോഗമാണ്. അതുവരെ കയറി ചെല്ലാത്ത മലയുടെ മേളിലേക്ക് ആടുകളുമായി കയറാൻ ആ മനുഷ്യൻ തയ്യാറാകുന്ന ഒരു നിയോഗമാണ്. ചെരുപ്പഴിച്ച് കളഞ്ഞിട്ട് ഈ കാണുന്ന കാഴ്ച, ആ വലിയ കാഴ്ച കയറി കാണാനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഒരു നിയോഗമാണ്. 40 വർഷം ക്ഷീണിക്കപ്പെട്ട തൻ്റെ അകത്ത് മറന്നുപോയ വെളിപ്പാടിനെ തട്ടിക്കൊടഞ്ഞെഴുന്നേൽപ്പിച്ച് നിയോഗിപ്പിക്കുന്നത് ദൈവത്തിന്റെ നിത്യ ദൈവത്തിന്റെ നിയോഗമാണ്. അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനൂറ അവനാദ്യനും ദിവ്യ സ്നേഹ ഉറവിടമേ അതിശ്രേഷ്ഠ അതിശ്രേഷ്ഠ ഹല്ലേലൂയ. ആമേൻ. കര അടിച്ചെന്ന് കർത്താവിന് സ്വതന്ത്രം ചെയ്താട്ടെ. അവൻ നിയോഗങ്ങളുടെ ദൈവമാണ്. ആമേൻ.
ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച് അടിമ നുകത്തിനകത്തേക്ക് പോകാൻ സാഹചര്യമുള്ള അവരുടെ മനസ്സിനെ തട്ടി ഉണർത്തി ദൈവത്തിലേക്ക് കണക്ട് ചെയ്ത് നീ പോകേണ്ട റൂട്ടിനെ കൃത്യമായി വെളിപ്പെടുത്തിയ ഒരു നിയോഗത്തിന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രവാസ കാലഘട്ടത്തിൽ മക്കളെന്ന പദവിയിൽ നിന്ന് അടിമ എന്ന നിലവിലേക്ക് മാറിപ്പോയ മനുഷ്യനെ അടിമയിൽ നിന്ന് പുത്രന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ തിരികെ കൊണ്ടുവന്ന ഒരു നിയോഗത്തിന്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനൊരു സമൂഹത്തെ മടക്കി കൊണ്ടുവരാൻ കഴിയും, അവനൊരു വ്യക്തിയെ മടക്കി കൊണ്ടുവരാൻ പറ്റും. ഈ വാക്കിന് എത്ര പേര് ആമേൻ പറയും? അവനൊരു സമൂഹത്തെ മാറ്റാൻ പറ്റും, അവനൊരു വ്യക്തിയെ മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. എനിക്ക് ബൈബിളിലെ ഒരു സ്റ്റോറി ഉണ്ട്, സ്നേഹമുള്ള പിതാവിന്റെ. ആമേൻ. അതിനകത്ത് ആ രണ്ടാമത്തെ മകനില്ലേ, എല്ലാം കൊണ്ട് നശിപ്പിച്ചവൻ, മുടിയനായ പുത്രൻ. അവന്റെ ഒന്ന് രണ്ട് ക്വാളിറ്റികൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അവൻ അവകാശത്തെക്കുറിച്ച് ബോധമുള്ളവനായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്വത്ത് എൻ്റെതാണെന്നുള്ള ബോധ്യം അത് നിങ്ങൾക്കുണ്ടോ? എൻ്റെ അപ്പൻ്റെ സ്വത്ത് വേറെ ഒരുത്തനുണ്ട് വീട്ടിൽ, അവൻ എപ്പോഴും വീട്ടിലുണ്ട്, ഭയങ്കര പണിക്കാരനാണ്, പക്ഷെ ഒന്നും അനുഭവിക്കാനുള്ള യോഗയില്ല, അവനൊരു ബോധ്യവും ഇല്ല. ഇളയവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവൻ്റെ അപ്പൻ്റെ സ്വത്ത് അവൻ്റെയാണ്. എന്ത് ദൈവം നല്ലവൻ, പഠിക്കേ, എന്നെന്നുമേ എന്നാഥൻ വല്ലഭൻ എന്നാളുമേ എൻ പേർക്കി കഷ്ടത ക്രൂരതയോ സഹിച്ചൻ ദൈവമേ എൻ്റെ രക്ഷക. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനാ വന്ധ്യകത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. ആമേൻ. അവകാശിയാക്കിയെന്ന്. ആമേൻ. ഈ ബോധ്യമുണ്ട്, എന്നെ ഇതിന് അവകാശിയാക്കി എന്നുള്ള ബോധ്യം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതെല്ലാം തുറന്നു വരും. ആമേൻ. ഹല്ലേലൂയ. അവകാശിയാണെന്നുള്ള ബോധം ഇല്ല എങ്കിൽ വീട്ടിൽ താമസിച്ചാലും ഒന്നും കിട്ടണമെന്നില്ല. ഉണ്ടോ? ഹല്ലേലൂയ. നാട്ടുകാരെല്ലാം വീട്ടിൽ ഇരുന്ന് ഫുഡും കഴിച്ചുകൊണ്ടിരുന്നപ്പം വയലിൽ നിന്ന് ഒരുത്തം വരുക, അവനൊന്നും അറിഞ്ഞില്ല, ഇവിടുത്തെ വിരുന്ന് കഴിഞ്ഞില്ല. വിരുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടോ? വിരുന്ന് അറിഞ്ഞില്ല, വിരുന്ന് നേരത്തെ കൂട്ടി തയ്യാറാക്കി വിളിക്കാനുള്ള സമയമില്ല. കാരണം അപ്പന്റെ കണ്ണുകൾക്കകത്ത് അപ്പൻ നോക്കിക്കൊണ്ടിരുന്ന മകൻ വീട്ടിൽ വന്ന അന്നേരമാ വിരുന്ന്. ഇത് നാട്ടുകാർ വരെ അറിഞ്ഞിട്ടും ജോലിക്ക് പോയവൻ അറിഞ്ഞില്ല, വീട്ടിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ലെന്നുള്ളതാണ്. ആമേൻ. ഞാനൊരു ആഗ്രഹം, എൻ്റെ അകത്ത് വന്നൊരു ദൂത് ഞാൻ പറയാൻ പോവാ, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. അങ്ങനെ ചില വിരുന്ന് നടക്കാൻ പോവാ മുണ്ടക്കയത്ത്. മടക്കി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഭാഷകൾക്കകത്തേക്കും സംസ്കാരങ്ങൾക്കകത്തേക്കും ചിതറിപ്പോയതിനെ ദൈവം ഹല്ലേലൂയ മടക്കി വരുത്തുമ്പോൾ അപ്പൻ ഒരു വിരുന്ന്. അവകാശത്തെ കുറിച്ച് ബോധ്യമുള്ള ചിലത് കയറി വരാൻ പോവുക. ഹല്ലേലൂയ. അമ്മേ, ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, മുണ്ടക്കയത്ത് അങ്ങനെയുള്ള വിരുന്നുകൾ നടക്കട്ടെ. വിരുന്നുകൾ, ആത്മീയ വിരുന്നുകൾ. ഹല്ലേലൂയ. അവകാശത്തെ കുറിച്ച് ബോധ്യമുള്ള വിരുന്നുകൾ. അപ്പന്റെ മനസ്സ് നീ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തരാം, പകുതി തരാന്നല്ല, ആദ്യം കൊടുത്തതിനേക്കാളും ശ്രേഷ്ഠമായത് അവന്റെ കൈവിരലുകളിൽ വീഴുന്ന ദിവസമാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, പുതിയ ഗിഫ്റ്റുകൾ ആത്മാവിൽ നിങ്ങളുടെ മേൽ റിവീൽ ആകുന്ന,
പ്രൊഫസി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവിക കൃപാവരങ്ങൾ നിന്റെ മേൽ വീഴുന്ന ഒരു വർഷത്തിന്റെ ആരംഭത്തിനാണ് നിൽക്കുന്നത്. നിന്റെ നാവ് ഹല്ലേലൂയ ആക്യുറേറ്റഡ് ആയ പ്രൊഫസികളെ വിളിച്ചുകൊണ്ട് വരും. ഒന്നാമത്തെ വിഷയം പൂർവകാലങ്ങളിൽ നിശബ്ദമാക്കപ്പെട്ടതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ വിഷയത്തെക്കുറിച്ചായിരുന്നു. അത് ക്രിസ്തു, സഭ, ക്രിസ്തു എന്ന മഹിമാധനവും സഭ എന്ന മർമ്മത്തെയും കുറിച്ചായിരുന്നു. രണ്ടാമത് സംസാരിക്കപ്പെട്ടത് നിത്യ ദൈവത്തിന്റെ നിയോഗത്തെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആത്മാവിന്റെ അനുസരണം എന്ന വിഷയമാണ്. ചേർന്ന് പറഞ്ഞാട് ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ തുറന്നു കൊണ്ടുവരാൻ പറയും. അനുഗ്രഹത്തിന്റെ ഡോറാണ് അനുസരണം. അനുഗ്രഹത്തിന്റെ ഡോറാണ് അനുസരണം. അനുസരിക്കുന്നവന്റെ മുമ്പിൽ അനുഗ്രഹം വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് വരെ വെളിപ്പെടാത്തത് റിവീലാകും. ഈ ഏറ്റവും പറ്റുകയല്ലാത്ത ഒരു കാര്യം ഏതാ? അനുസരണമാണ്. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് എന്നാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്, അല്ലേ? അനുസരിക്കുന്നത്, യാഗം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആരാധനയാണ്. ആരാധനയേക്കാൾ നല്ലതാണ് എന്ത്? ബെറ്ററാണെന്ന്. ആരാധനയേക്കാൾ ബെറ്ററാണ് അനുസരണം. ഹല്ലേലൂയ. അനുസരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ലൈഫ് തുടങ്ങുന്ന മനുഷ്യനായ അബ്രഹാം കേട്ട ശബ്ദത്തെ അനുസരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം കാണുന്നത് ആദമിന്റെ അനുസരണക്കേടാണെങ്കിൽ പിന്നീട് കാണുന്നത് ആദമിന്റെ അനുസരണമാണ്. ആദം അനുസരണത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ അബ്രഹാം അദർശനായ ദൈവത്തെ വിശ്വസിക്കുകയും കേട്ട ശബ്ദത്തെ അനുസരിക്കുകയും ചെയ്തു. ആമേൻ, ആമേൻ. ഈ വിഷയം വളരെ നിർബന്ധിതമാണ്. സഭയുടെ മുമ്പിൽ അനുസരണം നിർബന്ധിതമാണ്. നീ ദൈവത്തിന് വേണ്ടി ഏറ്റവും ആദ്യം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വീട്ടിലും കയ്യിലും ഒന്നുമില്ലേലും നിന്റെ കൈ നിറയും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യമാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നീ ദൈവം നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എന്നോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ ഇത് പ്രസംഗിക്കാൻ വേണ്ടി വേറെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് വന്നത്, പക്ഷെ അതേ തൊടാൻ പരിശുദ്ധാത്മ പറയുന്നില്ല. മറ്റൊരു ഭാഗമാണ് തൊടുന്നത്. വിഷയം ഇത് തന്നെ, അനുസരണം, ആത്മാവിന്റെ അനുസരണം തന്നെ. പക്ഷെ എന്നെ മറ്റൊരു ഭാഗമാണ് ദൈവാത്മാവ് തുറന്നു കൊണ്ടുവരുന്നത്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിനെ യാത്ര ചെയ്യിപ്പിച്ചു. വാക്ക് വിശ്വസിച്ചു താൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ശേഖേം എന്ന സ്ഥലത്ത് താൻ എത്തി നിൽക്കുമ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമിന് മനസ്സിലായി, ഞാൻ നടന്നു നീങ്ങിയ പട്ടണങ്ങളിൽ ഒന്നും ദൈവം പ്രത്യക്ഷനായിട്ടില്ല. ഞാൻ കേട്ട ദൈവശബ്ദം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഞാൻ കേട്ട ദൈവശബ്ദം ഒരു ഫിസിക്കൽ ബോഡിയോട് കൂടെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായെങ്കിൽ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കാൻ പോകുന്നത്. എൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലമെന്ന് തനിക്ക് വിശ്വാസമായി. ഓരോ പട്ടണങ്ങളും, ഒന്നുകൂടി പറഞ്ഞ തനിക്ക് ലഭിക്കാൻ പോകുന്ന പൗത്രന്മാരാകുന്ന 12 ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം ലഭ്യമായ സ്ഥലങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ ഇറക്കുന്ന യാഗപീഠങ്ങൾ പണിത് അവിടെ യാഗം കഴിച്ചു. ആ യാഗങ്ങളിലെല്ലാം ദൈവം പ്രസാദിക്കുവാനിടയായിത്തീർന്നു. വീണ്ടും ദൈവം പറഞ്ഞതനുസരിച്ച് തലങ്ങും വിലങ്ങും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ആ സ്ഥലത്തൂടെ യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിൽ ഒന്നിൽ ഒരു ക്ഷാമം ദേശത്തുണ്ടായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ ഉണ്ടായ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ
അബ്രഹാം ആ ദേശത്തെ വിട്ടു. ഈ സൈലന്റ് പോയിന്റുകളെ മിക്കവരും എടുക്കാറില്ല, പക്ഷെ ഇതെടുക്കാൻ തന്നെ ആത്മാവ് പറയുന്നു. അബ്രഹാം കനാൻ ദേശം വിട്ടിട്ട് കയറിയ സ്ഥലമാണ് മിസ്രൈം എന്ന് പറയുന്നത്. എവിടെയാണ്? മിസ്രൈം. ആദ്യം മിസ്രൈമിനെ പരിചയപ്പെടുത്തുന്നത് അവിടെയാണ്, മിസ്രൈമിൽ. മിസ്രൈമിൽ താൻ പോയി. മിസ്രൈമിൽ ചെല്ലുമ്പോൾ തന്റെ വാക്തത്വങ്ങൾ എവിടെ ഇരിക്കുക? തലയ്ക്ക് മീതെ. ഒന്ന് തലയിലോട്ട് കൈവച്ചു പറ, എന്റെ വാക്തത്വങ്ങൾ എന്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്ന് പറ. തലയ്ക്ക് മീതെ വാക്തത്വങ്ങൾ ചുമന്നുകൊണ്ട് വാക്തത്വങ്ങൾ നിറവേറേണ്ട സ്ഥലം വിട്ട് അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ ചെന്ന് നിന്നപ്പോൾ അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി. മിസ്രൈമിലെ ഭരണാധികാരികളോ ദേശക്കാരോ എന്റെ ഭാര്യയെ കവർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവന് ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് ഇത് ഭാര്യ എന്ന് വെളിപ്പെടുത്താതെ തന്റെ ഭാര്യയെ താൻ ആരാക്കി? പെങ്ങളാക്കി. സത്യത്തിലൊരു കള്ളമാണെന്ന് വെച്ചാൽ സത്യത്തിലൊരു കള്ളമല്ല അത്. പക്ഷേ ഭാര്യ എന്ന് വെളിപ്പെടുത്തിയില്ല. ഞാനിവിടെ പറയാൻ പോകുന്ന ദൂത് നിങ്ങൾ കേട്ടോ. അബ്രഹാമിന്റെ മേലുള്ള ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാ. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ അബ്രഹാമിന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം ദൈവത്തിന്. ഒന്ന് ഈ വാക്കൊക്കെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എന്റെ മേലുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഞാനൊരു പ്രദേശത്ത് എന്നാൽ പ്രദേശത്തിലെ ആൾക്കാർക്കല്ല എന്റെ മേലുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാ. അബ്രഹാം മിസ്രൈമിലെ ജനത്തെയും ഭരണകർത്താക്കളെയും കണ്ട് ഭയന്നെന്നാ പറഞ്ഞു. ഭയന്നിട്ട് തന്റെ ഭാര്യയെ പെങ്ങളാക്കി. രാജാവിന് അവന്റെ ഭാര്യയിൽ ആകർഷണം തോന്നി. സാറയെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ശേഷം നമ്മൾ കാണുന്ന വാദം, ദൈവം ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മിസ്രൈമിലെ രാജാവിനെ ദണ്ഡിപ്പിച്ചു എന്ന് കാണുന്നത്. ആമേൻ. മനസ്സിലായി ഇതിവന്റെ ഭാര്യയാണെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തേ? ക്ഷമ പറഞ്ഞ് നന്മ കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കി. ആമേൻ, ആമേൻ. ഒന്ന് ആമേൻ പറ. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുന്ന ശേഷം മടങ്ങി വന്നിട്ട് വീണ്ടും യാഗം കഴിക്കുക. ഈ യാഗം കഴിക്കുമ്പോൾ താൻ യാഗത്തിൽ ചെയ്യേണ്ട ഒരു അനുസരണം, പക്ഷികളെ പിളർക്കേണ്ടതിന് പകരം പിളർക്കാതെ യാഗം കഴിച്ചു. യാഗം കഴിക്കുന്നതിനിടയിൽ ഈ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി അതിനെ എടുത്തുപോയി. ദൈവം പറയാണ്, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാഞ്ഞത് കൊണ്ട് നിന്റെ തലമുറ ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്ത തലമുറ അന്യദേശത്ത് പ്രവാസികളാകും. ഏത് അന്യദേശം? ഭാര്യയെ കൊണ്ട് അടിമയാക്കിയ സ്ഥലം. ഈ വഴി തുറന്നു കൊടുത്തതാരാ? ഈ ഒരു സാധ്യത ഉണ്ടാക്കിയതാരാ? അനുസരണക്കേടല്ലേ? ഞാൻ പറയുന്ന ദൂതിന്റെ കട്ടി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം പറഞ്ഞ സ്ഥലത്ത് നീ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക. ക്ഷാമമല്ല എന്നാ വന്നാലും നിറയ്ക്കാൻ ദൈവത്തിനറിയാം. ഞാൻ ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് ഹല്ലേലൂയ മകന്റെ കാലഘട്ടത്തിലേക്ക് പോകാം. മകന്റെ കാലഘട്ടം. മകൻ എന്ന ഇസ്ഹാക്ക് ആ പട്ടണത്തിൽ നിൽക്കുമ്പോൾ അതേ ക്ഷാമം വീണ്ടും ആവർത്തിച്ചു. മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം, ഈ സ്ഥലം വിട്ടു പോകുക. ദൈവം ഇസ്ഹാക്കിനോട് പറയുന്നു, ഇസ്ഹാക്ക് ക്ഷാമമാണ്, പക്ഷേ ഈ പ്രദേശം നീ വിട്ടുപോകരുത്. നീ ഇവിടെ വിതയ്ക്കണം. നിന്റെ വയലിനകത്ത് ഞാൻ ഒരു റിവൈവൽ കാണുന്നു. ഹല്ലേലൂയ. ഇത് ആവർത്തിക്കുന്ന ദൂത. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് തന്നെ മറ്റൊരു ഭാഗത്തിലൂടെ പ്രവചിച്ചിട്ടതാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ വയലിൽ ഒരു വലിയ വിളവുണ്ട്. ഈ വയലിൽ ഒരു വലിയ വിളവുണ്ട്.
അബ്രഹാമേ, ക്ഷാമം എന്നുള്ളത് ഈ ഭൂമിയുടെ സാഹചര്യമാ. ഞാൻ നൽകുന്ന വിളവ് from the heaven. എന്റെ ദൈവമക്കളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നിന്റെ നന്മ ഭൂമിയുടെ വിളവല്ല, നിന്റെ നന്മ സ്വർഗത്തിന്റെ വിളവാണ്. മനസ്സിലാകുന്നവർക്ക് ഏറ്റെടുത്തുകൊണ്ട് പോകണം. ഇന്ന് പകൽ ഇത് ഹെവി പ്രസൻസ്, ആള് കുറവാണെങ്കിലും ഭയങ്കര ഹെവി ദൂതാണ് നിങ്ങളുടെ മേലിൽ വെളിപ്പെടുന്നത്. ഞാൻ പഠിച്ചോണ്ട് വന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവം എന്നെ കൊണ്ട് കൃത്യതയോടെ വിരൽ ചൂണ്ടുന്നു. നിന്റെ വയലിനകത്ത് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ദൈവീയ ഇടപെടൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം ക്ഷാമത്തിന്റെയാണ്, പക്ഷേ വെളിപ്പെട്ടത് ഒരു നിറവാണ്. വെളിപ്പെട്ട ദൂതിനെ ഒട്ടും കുറയാതെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. വെളിപ്പെടുന്നത് മുഴുവൻ ക്ഷാമമാണ്, പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് ഇല്ല കുഞ്ഞെ, നിറവാണ്. നിന്റെ വയല് നിറയും. ജാതീയ പട്ടണങ്ങൾക്കകത്ത് കിടക്കുന്ന വയലുകൾ മുഴുവൻ ശൂന്യമായ മരുഭൂമി പോലെ കിടക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന നിന്റെ വയലുകളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഇതൊരു ദൂതാ കേട്ടോ. ഞാൻ ദൈവവചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. ദൈവവചനത്തിന്റെ ദൂതിനെ ശിരസ്സം സ്വീകരിക്കുന്നു. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ആവർത്തിക്കുന്നു, കർത്താവേ ഹല്ലേലൂയ. എനിക്കറിയാം ഇത് എന്റെ ചിന്തയോ എന്റെ വാക്കുകളോ അല്ല, മറിച്ച് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ വയല് നിറയും. എങ്ങനെ 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 എന്ന് ഇസഹാക്ക് നീ ചോദിക്കരുത്. എങ്ങനെയെന്ന് നീ ചോദിക്കരുത്. നീ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ വയലിനെ ഒരുക്കിക്കോ, വയലിൽ ഉഴഞ്ഞു നടന്നോ. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, എങ്ങനെയെന്ന് ചോദിക്കണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. കാളയ്ക്ക് അതിന്റെ കോപ്പിട്ടുകൊണ്ട് നീ ഉഴയാൻ തയ്യാറായിക്കോ. ഇസഹാക്കിന്റെ ബുദ്ധിക്കകത്തുള്ള ദൂതി ഞാൻ പറയാം, ചിന്ത ഞാൻ പറയാം. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ഇതിനെ ഉഴഞ്ഞാലും ഇതിനകത്ത് നിന്ന് ഒരു വിത്തും മുളയ്ക്കത്തില്ല. ദൈവത്തിന് പറയാം, ഈസഹാക്ക് നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോളൂ. റിസൾട്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. അന്ന് വരെ അന്ന് വരെ വെളിപ്പെടാത്തൊരു നിറാവ് അതിനകത്ത് കയറി. ഇതൂത് നിങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുണ്ടാകണം. അനുസരിക്കുന്നവന്റെ മുമ്പിൽ ഒരു വിളവുണ്ട്. മക്കളെ, അതിനെ അംഗീകരിക്കാതെ പോകരുത്. നിന്റെ വീട്ടിലൊരു ശൂന്യത ആയിക്കോട്ടെ, പേടിക്കരുത് കേട്ടോ. അനുസരിക്കാൻ തയ്യാറാകുക. ഏലിയാവ് പറയാണ്, മരിക്കാൻ തയ്യാറായിരിക്കുക അല്ലേ. ശൂന്യമാകുന്ന ഭരണിയാണല്ലേ. കുഞ്ഞുമായിട്ട് ഒന്നുമില്ലാതിരിക്കുക. മരണത്തിന്റെ ചിന്തകൾ നിന്റെ വീട്ടിനകത്തും മനസ്സിനകത്തും നിറഞ്ഞിരിക്കുക. പക്ഷെ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു ദൂതി ഞാൻ പറയാൻ പോവാണ്. ആദ്യം ഉണ്ടാക്കുന്ന ഇങ്ങോട്ട് കൊണ്ടുപോരും. നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത മാവിന് നീ കൈ ഇടുന്നതിന് മുമ്പ് നിന്റെ കൈക്കകത്തൊരു നിറവ് ദൈവം തരും. ഓ, ആത്മാവ് ഇന്ന് പകല് സഭയോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അത് വെളിപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിലൊരു നിറവ്. എല്ലാരും പറഞ്ഞു, ക്ഷാമത്തിനകത്തൊരു നിറവ്. ഇതൊരു പുതിയ നിയമ ദൂതിനോട് ബന്ധിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ.
ദൈവം പുതിയ നിയമത്തിൽ ചൂസ് ചെയ്തൊരു മുഴുവൻ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം കഴിവുള്ളവരായിരുന്നില്ല. സാധാരണക്കാരും സാമാന്യരുമായിരുന്നു. സാധാരണക്കാരെയും സാമാന്യരെയും എടുത്ത് അസാധാരണമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, സാധാരണക്കാരും സാമാന്യരെ കൊണ്ടും ദൈവത്തിന് ചെയ്യാൻ കഴിയണമെങ്കിൽ മഹത്വം ദൈവത്തിന് പൊക്കോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നത് ശൂന്യമാണെങ്കിൽ അതിനകത്തൊരു നിറവെളിപ്പെടാൻ പോകും. എനിക്ക് നല്ലപോലെ അറിയാം ദൈവം എന്നെ ചെയ്യാൻ പോകുന്നു. ഇന്ന് പകരം ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഡേറ്റ മുഴുവൻ മാറാൻ പോവുക. ഞാൻ പറഞ്ഞ എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിന്റെ അകത്തെ ഡേറ്റ ഉണ്ടല്ലോ, അകത്തെ ഡേറ്റ അത് മാറാൻ പോവാ. ചെറിയ പ്രായം മുതൽ ഇനി വളർന്നു വന്ന് എൻ്റെ ഒരു 39 വയസ്സിൽ നിൽക്കുകയാണ് ഞാൻ. 39ാമത്തെ എത്തിയില്ല, ഏപ്രിൽ ആകത്തുള്ളൂ. ഈ 39ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ ചെറിയ പ്രായം മുതൽ വളർന്നത് കണ്ടതും കേട്ടതുമായ ഒരു ഡേറ്റ അകത്തിരിപ്പുണ്ട്. ഇൻഫർമേഷൻ അല്ലെ, അങ്ങനെയല്ല അതിന് പറയുന്നത്. ഞാനൊരു കാര്യം കേൾക്കുമ്പോൾ അത് സത്യമാണോ അല്ലേ എന്ന് വിശ്വസിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഈ ഇൻഫർമേഷൻസിന്റെ, ഈ ഡേറ്റയിൽ നിന്ന് വരുന്ന മറുപടിയാണ്. ആണോ? ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്ന സെയിം വിഷയമാണ്. നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കണമോ അതിൽ ഉറയ്ക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഡേറ്റയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നു, അത് മാറാൻ പോവാ. ഹല്ലേലൂയ. വിശ്വാസം എന്നതിന് ഉറപ്പെന്ന് മാത്രം പിടിക്കുക. വിശ്വാസം എന്നതിന് ഉറപ്പ്. ആ ഉറപ്പിൽ നിന്ന് അനുസരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഹല്ലേലൂയ, അനുസരിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് കേൾക്കുമ്പോ തന്നെ ഐ ആം റെഡി, ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാ. കാര്യം എനിക്കറിയാം ദൈവം പ്രവർത്തിക്കുമെന്ന്. തളർവാദ രോഗിയെ യേശു വന്ന് ചോദിക്കുക, മോനാടാ നീ എഴുന്നേറ്റ് പോയി ചാടാൻ തയ്യാറാണോ എന്നല്ല. പത്രോസേ പിടിക്ക്, യോഹന്നാനെ അവന്റെ വലത്ത് കൈക്ക് പിടിക്ക്. ഹല്ലേലൂയ. അടുത്ത ദൂതൻ വരുമ്പോ ബാക്കിയുള്ളവർ ചേർന്ന് ഒതുക്കി പിടിച്ചോ, ഇവനെ ഇറക്കിക്കോളാം എന്നാണോ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? അന്ത്രയോസേ ഒരു നിന്റെ കയ്യില് ഒരു വള്ളി കൊണ്ട് ബാക്കി എല്ലാരെയും കെട്ടിയിട്ടോ. യോഹന്നാനോടും പത്രോസിനോടും ഈ മനുഷ്യന്റെ കൈയും കാലിലും പിടിച്ചെറിയാനാണോ പറഞ്ഞേ? എവിടെയാ കലങ്ങുന്ന ദൂതൻ കുളം കലക്കുമ്പോ അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ദൈവം ചേഞ്ച് ചെയ്യാൻ പോ ചില മേഖലയെ. നീ കേൾക്കുമ്പോ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉറപ്പ് ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഈ മനുഷ്യന്റെ ലൈഫിൽ നിന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാം 1-2 കാര്യങ്ങൾ. ഇവൻ എവിടെയും സംശയിക്കുവോ? സംശയിക്കത്തില്ല. കാരണം എന്നറിയാവോ? എല്ലാവർക്കും പറയാനുള്ള സ്റ്റോറി, ദൂതൻ കുളം കലക്കി ചാടി എഴുന്നേറ്റു, എങ്ങനെയാ വിടുവിച്ചെന്നറിയില്ല. പക്ഷെ ഈ മനുഷ്യന് പറയണം, ഞാൻ കുളത്തിലോട്ട് ചാടിയില്ല, എന്നെ ഒരുവൻ വന്ന് എഴുന്നേൽപ്പിച്ചു. അവൻ പറഞ്ഞ വിടുതലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിന്റെ ഡേറ്റ ചേഞ്ച് ആകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഉറപ്പ് വിശ്വാസത്തിലേക്ക് തന്നെ കണക്റ്റഡ് ആകാൻ നിങ്ങൾ ഉത്സാഹിക്കുക. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു മനോഹരമാണ്, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ വീര്യം കൂട്ടണം. എന്താണ്? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് 1:5 വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് എന്താണ് വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറഞ്ഞ? വിശ്വാസത്തോട് വീര്യം കൂട്ടണമെങ്കിൽ ആ വീര്യം എന്നാന്നറിയണം. വീര്യം എന്ന വാക്കിന് 1-2 അർത്ഥങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് മൂല്യം കൂട്ടുക. വിശ്വാസത്തിന്റെ മൂല്യം കൂട്ടുക. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം എഴുതാൻ പറഞ്ഞ നിങ്ങളല്ലേ എന്റെ കയറി എഴുതും? ആശിക്കുന്നതിന്റെ എബ്രായ ലേഖനം ആ അധ്യായത്തിനകത്തുനിന്ന് എഴുതി. എന്താ എഴുതുന്നത്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യം.
അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരുന്നോട്ടെ. നിങ്ങളുടെ വിശ്വാസം ഡിസൈൻ ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മൂല്യം കൂട്ടണം. ഹല്ലേലൂയ. ഇത് പുറത്തോട്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു വ്യക്തി നിന്റെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിയെ സ്കാൻ ചെയ്ത് പ്രോബ്ലം കണ്ടെത്തി കൈവെക്കാൻ പഠിക്കണം. ആമേൻ. അങ്ങനെ ആത്മാവ് ചിലരെ അനുസരിപ്പിക്കാൻ പോവുക. ഈ വിശ്വാസത്തിന്റെ മൂല്യം നിങ്ങൾ കൂട്ടിയാലേ ഉള്ളൂ വിശ്വാസം എന്നാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഒരു വ്യക്തിയിൽ ഈ മനുഷ്യനെ തന്നെ ചിന്തിച്ചു, എടാ നീ എന്തോ വിശ്വസിച്ചിട്ടാണ് ഈ പക്ഷവാത രോഗത്തിൽ നിന്ന് സൗഖ്യമായത്? എനിക്ക് എന്നാന്ന് അറിയത്തില്ല. എന്നോടൊരു ചോദ്യം ചോദിച്ചു ഞാൻ കേൾക്കുന്നുണ്ട്, മനസ്സുണ്ടോ? മനസ്സ്. ഇതുപോലെയാണ് നമ്മൾ പലരും രക്ഷിക്കപ്പെട്ടത്. ഒന്നും അറിഞ്ഞില്ല, ഇഞ്ഞു കയറി പോന്നതാ. എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷെ കൃത്യമായ ഉത്തരം നമ്മൾ പറയത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ മൂല്യം, വീര്യം കൂട്ടണം. വിശ്വാസത്തിന്റെ വീര്യം കൂട്ടിയാലേ ഉള്ളൂ എന്ത് വരത്തുള്ളൂ? പരിജ്ഞാനം വരത്തുള്ളൂ. ഒന്നാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചേ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അവൻ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതെന്താണ്? സ്നേഹം. അപ്പം വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ഓടുന്ന ആൾക്കാരോട് പറയാണ്, വിശ്വാസത്തിന്റെ മൂല്യത്തിലൂടെ മാത്രമേ എങ്ങോട്ട് എത്തുള്ളൂ? സ്നേഹത്തിലേക്ക് എത്തുള്ളൂ. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും കൂട്ടിയാൽ സ്നേഹം പുറത്തു വരും. ആമേൻ. ഇപ്പൊ നമ്മളെവിടെയാ നിൽക്കുന്നത്? നമ്മൾ എവിടെയൊക്കെ എത്തി. പക്ഷെ വിശ്വാസത്തോട് വീര്യം കൂട്ടിയെന്ന് ചോദിച്ചാൽ പരിജ്ഞാനം, പരിജ്ഞാനം അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു, രാവിലെ പാസ്റ്റർ എന്തോ ആശ്വസിപ്പിക്കുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു, വീണ്ടും ജോലി എടുക്കുന്നു, കൈക്കൊണ്ടിരുന്നു, ഇവിടെ കൊണ്ടിടുന്നു, വീണ്ടും പോകുന്നു. ഇതല്ല. ഇത് വെറുതെ വന്നു പോകാനുള്ള സ്ഥലവും അല്ല, വെറുതെ കേൾക്കാനുള്ളതും അല്ല. ഇതിനകത്തൊക്കെ ഹല്ലേലൂയ മുഖ്യമായതും ശ്രേഷ്ഠമായതും ഒക്കെ കടപ്പുണ്ട്. ആമേൻ. അത് അറിയാതിരിക്കരുത്. ഏറ്റവും വലിയൊരു പ്രശ്നം അൺനോയിങ് സ്പിരിറ്റ് ആണ്. അങ്ങനെയാണോ അതിന് പറയുന്നത്? അറിയാൻ ആഗ്രഹമില്ലാത്ത ഒരു ജീവിതശൈലി, അങ്ങനെയാണോ അതിന് പറയുന്നത്? എനിക്കിത് അറിയണ്ട, കൈയടിക്കുക, തുള്ളുക, ആത്മാവിലാകെ പോവുക, നടക്കത്തില്ല. ഇത് അറിയണം. നീ അറിഞ്ഞാ പറയുന്നിടത്ത് വിടുതലുകൾ സംഭവിക്കും. ദൈവപുത്രന്മാർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ലേഖനം പറയുന്നത്. ഇനി വിശ്വാസം എങ്ങനെയാ വെളിപ്പെട്ടെ? വിശ്വാസം സുവിശേഷം കേട്ടപ്പോ എന്തുവായി? എന്റെ വിഷയം ആത്മാവിന്റെ അനുസരണമാണ്, അങ്ങോട്ട് വരണം എനിക്ക്. എങ്ങനെയാ വിശ്വാസം വെളിപ്പെട്ടെ? വിശ്വാസം സുവിശേഷത്താലാണ് വെളിപ്പെട്ടത്, അല്ലെ? ഈ പത്രോസിന്റെ ലേഖനത്തിൽ മേലോട്ട് വായിച്ചു കയറിയാൽ നമുക്ക് മനസ്സിലാക്കപ്പെടും, യേശുക്രിസ്തുവിന്റെ നീതിയാൽ, അല്ലെ? 1:1 വായിച്ച്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ, നമ്മുടെ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ശരിയല്ലേ? ഇത് ആർക്ക് എഴുതിയേക്കട്ടെ? നീ വിശ്വാസത്തോട് വീര്യം കൂട്ടണമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം എന്നാ? ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസമാണ് നിങ്ങൾക്കും കിട്ടിയത്. ഞങ്ങൾക്ക് ഈ വിശ്വാസം കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് പത്രോസ് എഴുതിയേക്കാണ്. ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാലാണ്. ആമേൻ. സുവിശേഷം കേൾക്കുമ്പോൾ കിട്ടുന്നതാണ് ദൈവശക്തി. സുവിശേഷം കിട്ടുമ്പോൾ കിട്ടുന്നതാണ് ദൈവത്തിന്റെ നീതി. സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നതാണ് അമർത്യത. സുവിശേഷത്തോടെ വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ നീതി.
ആ വിഷയത്തിനകത്തൂടെ പത്രോസ് ഒന്നുകൂടെ ഇറങ്ങുമ്പോൾ പറയാണ്, ആ വിശ്വാസവും നിന്നിലേക്ക് വെളിപ്പെട്ടതിന്റെ പിന്നിലെ കാരണം എന്താണ്? ദൈവത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുന്നു. നമ്മൾ പാപം, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് മരണം മാത്രമേ മുമ്പിലുള്ളായിരുന്നു. ആ പാപം ചെയ്തവൻ മരിക്കണമെന്നുള്ള നീതി നടപ്പിലാകേണ്ടതിന് വന്നപ്പോൾ ഏകജാതനായി ഇറങ്ങി വന്നവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരണയാഗമായി ആ നീതി നടപ്പിലാക്കിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ നീതിയാൽ നിങ്ങൾക്ക് വിശ്വാസം വെളിപ്പെട്ടു. എന്താണ് നിന്റെ വിശ്വാസം? എന്താണ് വിശ്വാസം? ഇനി നിനക്കൊരു കൊലക്കയറില്ല. നിനക്ക് ഇനി മരണമല്ല സംഭവിക്കേണ്ടത്, നിന്നിൽ ഇനി ജീവനാണ് വെളിപ്പെടേണ്ടത്. തുറന്നു വരട്ടെ മനസ്സ്. നിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇനി മരണമല്ല, നിന്റെ സാധ്യത എന്ന് പറയുന്ന ജീവനാണ്. അത് നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിന്നിൽ തുറന്ന വാതിൽ ജീവനും ഭക്തിക്കും ജീവിതത്തിന്റെ മഹത്വത്തിനും വേണ്ടി എല്ലാം ക്രിസ്തുവേശുവിന്റെ നീതിയാൽ നിന്നിലേക്ക് വെളിപ്പെട്ടതിനെ നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വെച്ച പോയിന്റ് ഇതായിരുന്നു. അതൊരു സിമ്പിൾ വേർഡാണ്. നിന്റെ ഡേറ്റ ചേഞ്ച് ആകുന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് സംഭവിക്കാൻ പോവുക. യേശു കർത്താവ് വളരെ സിമ്പിളായിട്ട് ഇറങ്ങി നിന്ന് 400 വർഷം ബന്ധമില്ലാതെ ഭൂമിയിൽ നരകിക്കപ്പെട്ട മനുഷ്യന്റെ മേൽ വെളിപ്പെട്ട രോഗത്തോട് യേശു ക്രിസ്തു തന്റെ മേൽ കിടന്ന അധികാരത്തോടെ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ അടുക്ക വന്ന സകല രോഗികളും യേശു വാക്കുകൊണ്ട് സൗഖ്യമാക്കി. അവരുടെ ഉള്ളിലെ ഡേറ്റ ദൈവം തിരിച്ചു കളഞ്ഞു. ജനം മുഴുവൻ ആണ്ടിലൊരിക്കൽ മാത്രം കൂടി വരുന്ന യെരുശലേമിലെ കൂട്ടത്തെക്കാൾ വലിയ കൂട്ടം യേശു ക്രിസ്തു പോകുന്ന നിർജ്ജന സ്ഥലങ്ങളിൽ വെളിപ്പെട്ടു. എങ്ങനെ വെളിപ്പെട്ടു? അവന്റെ പിറകിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലായി. ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ് വെളിപ്പെട്ടു. നസ്രേത്തിലും കഫർദമോമിലും ഹല്ലേലൂയ യെരുശലേമിലും യഹൂദയിലും കടക്കുന്ന ജനം മുഴുവൻ യേശു എന്ന വ്യക്തിയിലേക്ക് മാത്രം ഏകാഗ്രതയായി. അവൻ പോകുന്ന നിർജ്ജന പ്രദേശത്തേക്ക് സ്വന്തം വണ്ടി പിടിച്ചു വന്നു. അവൻ പറയാമോ, ഇത് അകത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ കൂടെ ഒരു വണ്ടിയും കൂടെ നിങ്ങൾ പിടിക്കും. ഹല്ലേലൂയ. സ്വന്തം വള്ളത്തിൽ. എനിക്കറിയില്ല ഒരു സ്വന്തം വള്ളത്തിനാണോ വണ്ടികൾ, പക്ഷെ ഞാൻ അതിനെ സ്വന്തമായിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഞാൻ എടുത്തോളാം. ഹല്ലേലൂയ. ഇന്ന് മഴ പെയ്തത് കൊണ്ട് പലർക്കും വണ്ടി ഇല്ലാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ അതിന്റെ നടുവിൽ പറയട്ടെ, വള്ളം പിടിച്ച് യേശുക്രിസ്തുവിന്റെ മീറ്റിങ്ങിന് പോയവരാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എവിടെ ഉണ്ടെന്ന്, യേശുക്രിസ്തു എവിടെയുണ്ടെന്ന് തിരക്കി ആൾക്കാർ വന്നു. മേൻ വരാൻ പോവാ യേശു. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. അതിങ്ങനെയാ പറഞ്ഞു. ഇവിടെയാണോ പറഞ്ഞത് ഓർക്കുന്നില്ല. പറഞ്ഞത് എങ്ങനെയാണ്? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ മരിക്കയില്ല. ആരാ പറഞ്ഞ? മറിയം പറഞ്ഞു, മാർത്തയും പറഞ്ഞു. എന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഈ പ്രസംഗം ഇപ്പോഴും ഇതാ പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇനി അവിടെ ഉണ്ട്, ഇനി നീ മരിക്കരുത്. ഹല്ലേലൂയ. ആ വിശ്വാസം നിന്റെ അകത്ത് ഡേറ്റയാകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ബിലീവ് ഈ അന്തരീക്ഷങ്ങൾക്കകത്തൂടെ നിങ്ങളുടെ അകത്തേക്ക് ഈ ദൈവശബ്ദം കയറുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ആകുലതയില്ലാത്ത, സംശയമില്ലാത്ത ധൈര്യം നിന്റെ അകത്തൂടെ വെളിപ്പെടണമെങ്കിൽ അതിനകത്ത് ആത്മാവിന്റെ അനുസരണം ആവശ്യമാണ്. ഒരു മനുഷ്യനോട് ദൈവം പറയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. റെഡി? പെട്ടകം ഉണ്ടാക്കാൻ റെഡിയായി. എൻ്റെ ഒരു ചിന്തയ്ക്കകത്ത് 3 മക്കളെയും വിളിച്ചുകൊണ്ട്, 3 മക്കളല്ലേ, അതെ, 3 മക്കളെയും വിളിച്ചുകൊണ്ട് പെട്ടകം പണിയാൻ വേണ്ടി
താൻ തയ്യാറായി. പെട്ടകം ഉണ്ടാക്കുകയാണ്. പെട്ടകം ഉണ്ടാക്കുകയാണ്. ഏത് പെട്ടകം കൊണ്ട്, ഏത് മരം കൊണ്ട് ഉണ്ടാക്കണം? ഗോഫർ മരം കൊണ്ട്. ഈ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കണം പെട്ടകം പണിത്. പെട്ടകം പണിതുകൊണ്ടിരിക്കാൻ നേരത്ത് കാപ്പി ഉണ്ടാക്കുന്ന അമ്മച്ചി വരെ വിഷമിച്ചിട്ടുണ്ടാകണം. എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒറ്റയ്ക്കാ പണിതെന്ന്. ആണോ? ഒറ്റയ്ക്കല്ല, വിശ്വസിക്കാത്തവനെയും കൂടെ പിടിച്ചു കൊണ്ടുവച്ചായിരിക്കും പണിയിപ്പിച്ചേ. അവൻ പണിയുമ്പോഴും അവിശ്വസിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞാണ്, ഇല്ലേ? അവൻ പറഞ്ഞ് ഈ മരം ഇട്ട് പണിത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, നമുക്ക് മറ്റൊരു മരം കൂടെ കൂട്ടിക്കലർത്താം. നോഹ 2 കണ്ണും കൊണ്ട് നോക്കിയിരിക്കുക. ഏതെങ്കിലും ഒരുത്തൻ ഒരാഞ്ഞിലിയുടെ തടിയായിട്ട് വന്ന് ഒരു പടി ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. ഒരു പടി വെക്കാൻ, ഒരു ജനലിന്റെ ഒരു കമ്പ് വെക്കാൻ ഗോഫർ മരത്തിന് കൊണ്ട് മാത്രമേ വരൂ. ആമേൻ, ആമേൻ. നിന്റെ പെട്ടകം ഒരു മരത്തിലാണ്. ആ മരം എന്ന് പറയുന്നത് ക്രൈസ്റ്റാണ്. ആ മരം പണിതാൽ അതിനകത്ത് ആള് കയറും. കർത്താവ് നിങ്ങളുടെ മുമ്പിലാണല്ലോ ഇതെല്ലാം തുറന്നു കൊണ്ടുവരുന്നത്. ഇതൊന്നും പഠിച്ചോണ്ട് വരുന്നൊന്നും അല്ല. ഞാൻ ആത്മാവിൽ പറയുന്നു, ആ മരത്തിനകത്തേക്ക് വലുതും ചെറുതുമായ മൃഗങ്ങൾ അനുസരണത്തോടെ വന്ന് കയറുന്നത് നോഹ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം പറഞ്ഞാൽ ആള് കയറും. തല ഉയർത്തിപ്പിടിക്കുന്ന ജിറാവ് തല താഴ്ത്തി ആ പെട്ടകത്തിനകത്ത് കയറി. ചെറിയ വാതിൽ അതിനകത്തൂടെ കയറി വന്നു. ഉറുമ്പും ആ വഴിക്കകത്തൂടെ തന്നെ വന്ന് കയറി. ഐ ബിലീവ്. ഞാൻ ആ ദൂതിനെയൊക്കെ ഞാൻ ഇന്ന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകട്ടോ. വീടിനകത്ത് ഭയങ്കര ഹൃദയം തുറന്നു കിടക്കുന്നു. ഹലോ, നീ ഒരു പെട്ടകം പണിതാൽ ആ പെട്ടകത്തിന് ദൈവം പറഞ്ഞതുപോലെ അനുസരണത്തോടെ ഒരു പെട്ടണം. ഇന്ന് ആത്മാവ് പറയുന്നത്, ആത്മാവിനെ നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടൊരു പെട്ടകം ദൈവം പണിയിപ്പിക്കും. നീ പണിയുന്ന പെട്ടകം ജോർജ പിടിച്ചോണം. ഒരു ബിൽഡിംഗ് ഒരുങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് ആള് കയറും. ഹല്ലേലൂയ. ഈ 2 കരവും ഉയർത്തിപ്പിടിച്ചോടെ സഭയ്ക്ക് വേണ്ടി പുതിയ ബിൽഡിംഗ് ദൈവം കൊണ്ടുവരും. ദൈവം പറഞ്ഞിട്ട് മനുഷ്യൻ പെട്ടകം പണിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ കൊണ്ടാ ഇത് ഓടിക്കുന്നേ? ഇത് എവിടെ കൊണ്ട്? ഇത് ഓടാൻ വേണ്ടി ഒരു റോഡ് വേണമല്ലോ. അന്ന് വരെ അത്രയും റോഡുകൾ. ഹല്ലേലൂയ. ഇത് റോഡുണ്ടെങ്കിലേ എങ്ങോട്ട് ചെല്ലത്തുള്ളൂ? സമുദ്രത്തിലേക്ക്. അല്ല പിന്നെ സമുദ്രത്തിന്റെ സൈഡിൽ കൊണ്ടുവച്ച് പണിയണം. പുള്ളി ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയും, ഒരു വലിയ മലയുടെ മേളിൽ കയറ്റി വെച്ച് പണിയുക. ആത്മാവിൽ പറയണം, ഈ റോഡ് പണിത് വെള്ളത്തിലേക്ക് ഇറക്കുന്നല്ല, വെള്ളം ഇതിന്റെ പുറകെ വന്നോളും. ഓ ഓ ഓ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ആളെ ഇറക്കിക്കൊണ്ട് വരണ്ട, വെള്ളം തന്നെ വന്ന് ഇതിനെ പൊക്കിക്കോളും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്, ഭൂമിയുടെ ഉറവകൾ തുറന്ന്, ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അലഞ്ഞു നടന്നതാണോ? അല്ല, ഉറപ്പിക്കപ്പെട്ട ഒരു ആരാരാത്ത് പർവ്വതവും വെളിപ്പെടുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, 11 കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ആരാരാത്രികൾ വെളിപ്പെടാൻ പോകുക. നീ പെട്ടകം പണിയുന്നവനാണോ? നിനക്ക് വേണ്ടി ആരാരാത്രികൾ വെളിപ്പെടും. ഒന്ന് കര ഉയർത്തി പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിർബന്ധമായി പറയുന്നു, മറ്റൊരു മരമല്ല, നിന്നോട് പറഞ്ഞ മരം, നിന്നോട് പറഞ്ഞ സ്ഥലം. നിങ്ങൾക്ക് മനസ്സിലായ ദൂത് പോകുന്ന പോക്ക്? അബ്രഹാമേ, നീ പറഞ്ഞ സ്ഥലം വിട്ട് പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ്.
നോഹേ, നിന്നോട് പറഞ്ഞ മരത്തിനപ്പുറത്തേക്ക് ഒന്നിനെ കയറി പിടിച്ചാൽ അതൊരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും പറയാം, മറ്റൊരു മരം പിടിച്ച മഴ വെളിപ്പെടത്തില്ല. കരമൊന്ന് പിടിച്ചോ. ദൈവം പറഞ്ഞത് അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. രണ്ടും ഒരു ദൂത്, ഒറ്റ ദൂത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ മരം കൊണ്ട് പണിതപ്പോൾ ഹല്ലേലൂയ, ഭൂമിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സ്വഭാവം ഉള്ളതിനെ ഒരു മരത്തിന്റെ കീഴിൽ വെളിപ്പെട്ട വള്ളത്തിനകത്തേക്ക് ദൈവം ഓടിച്ച് കയറ്റിയെങ്കിൽ, നോഹേ, നീ ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് നിന്റെ പ്രസംഗം ഇന്ന് വരെ ആരും കേട്ടിട്ടും അതിൽ പലരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ആരും നിന്റെ കൂടെയില്ലേ? നോ 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 നോ. നീ പണിത് തീർക്ക്. ദൈവം പറഞ്ഞതുപോലെ ആളതിനെ നിറയ്ക്കും. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത്, ഒരു പ്രവചന ശബ്ദം പറയുന്നു, നോഹേ, നീ പണിഞ്ഞ പെട്ടകത്തിനകത്ത് ആള് നിറയും. ഈ പെട്ടകം പയ്യെ പൊങ്ങുന്നതിന് മുമ്പില്ലേ, വേണ്ട, വാതിലടയ്ക്കുന്നതിന് മുമ്പ്, നോഹയ്ക്കല്ല, വാതിലടയ്ക്കുന്ന വേറെ ആളാണ്. ഈ വാതിലടയ്ക്കുന്നതിന് മുമ്പ് ആള് നിറയും. വാതിലടയ്ക്കുന്നതിന് മുമ്പ് ആള് നിറയും. ആത്മാവിൽ പിടിക്കുക. ദൈവം അതിനെ കയറ്റാൻ പോവുക. ഈ ദൂതൊന്നും ഞാൻ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുള്ള, എങ്ങും പറഞ്ഞിട്ടുള്ള ദൂതുകളല്ല. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഒന്നുകൂടെ ദൈവം തുറന്നു കൊണ്ടുവരുന്നു. ദൈവം ഒരു മനുഷ്യനോട് പറയാ, ലോത്തിനോട് ദൂതം പറയാണ്, ആ കാണുന്ന പർവ്വതമില്ലേ, അതിലേക്ക് ഓടിക്കയറിക്കോളാൻ. ഏതാ? അതാ. നോഹ പറയാണ്, ആ മനുഷ്യൻ ലോത്ത് പറയാണ്, ഞാൻ പ്രായമായി, എനിക്ക് അവിടം വരെ ഓടാൻ പറ്റത്തില്ല. ഇവനൊരു പർവ്വതം ചൂണ്ടിക്കാണിക്കുക, ഇതിലേക്ക് ഞാൻ പൊക്കോളാം. ഞാൻ ഇതിനകത്ത് വിശദീകരണത്തിലേക്ക് പോകാതെ അതിനകത്ത് കിടക്കുന്നൊരു ദൂത് പറയുമ്പോ, നിന്നോട് പറഞ്ഞതാരാ? നിന്നെ ചൂണ്ടിക്കാണിച്ചതാരാ? നിന്റെ ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദീകരിക്കരുത്. അമേൻ, അമേൻ, അമേൻ. എന്നോട് ഇന്ന് നിർബന്ധപ്രകാരം പറഞ്ഞു, നീ ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറാകുക. ഞാൻ വിഷയം തുറന്നില്ല ഇതുവരെ, ഞാൻ പക്ഷെ അവസാനിപ്പിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞ വാക്തത്വങ്ങൾ നിന്റെ മേൽ വെളിപ്പെടും. വാക്ക് തിരുത്തിക്കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, വാക്തത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. വാക്തത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന വാക്തത്വം നിന്റെ മേൽ വെളിപ്പെട്ടു എന്നുള്ളതാണ് ബാക്കി എല്ലാ ഗിഫ്റ്റും ബാക്കി എല്ലാ നന്മയും തുറന്നു വരുമെന്നതിന് തെളിവ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അടുത്ത അപ്ഡേഷനിലേക്ക് വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് വെളിപ്പെട്ടെങ്കിൽ സഭ വെളിപ്പെടുമെന്നായിരുന്നു. ഈ ആഴ്ച അടുത്തത് ഞാൻ ചേർത്ത് പറയുന്നു, ക്രൈസ്റ്റ് വെളിപ്പെട്ടിട്ട് നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നു എന്നുണ്ടെങ്കിൽ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് ഒരു അഡ്വാൻസ് ആണ്, അച്ചാരമാണ്. ഒരു കരാർ ഉറപ്പിക്കപ്പെട്ടിട്ട് കരാറിന് വാക്ക് പറഞ്ഞ് കൊടുത്ത അഡ്വാൻസ് ആണ് പരിശുദ്ധാത്മാവ്. കൈയുയർത്തി പിടിച്ചു. നിന്റെ മേൽ ക്രൈസ്റ്റ് വെളിപ്പെട്ടതുപോലെ തന്നെ അടുത്ത വാക്തത്വമാകുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. എഴുന്നേറ്റ് നിൽക്കുക ദൈവസന്നിധി. ഇനി ആത്മാവിനെ അനുസരിക്കുക. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ അവനെ മകനാക്കി ഏദനിൽ പ്രതിഷ്ഠിച്ച ദൈവം, ഏദനിൽ തുറന്നു കൊടുത്ത ദൈവം അനുസരണക്കേട് കൊണ്ട് തെറ്റിപ്പോയപ്പോൾ ഏകജാതനായി ഭൂമിയിൽ അവതരിപ്പിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്നെ പിതാവിന്റെ കൽപ്പനകൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുവാനിടയായി. തന്റെ ശുശ്രൂഷയുടെ ആരംഭം ഇങ്ങനെ നടക്കുന്നു. അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു. തൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ആത്മാവിനെ അനുസരിക്കുവാൻ തയ്യാറായി. സ്വർഗത്തോടുള്ള മഹത്വം നിലനിൽക്കുമ്പോഴും ആ മഹത്വം വെടിഞ്ഞ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഭൂമിയിൽ ഇറങ്ങി വന്ന് എനിക്ക് നിങ്ങൾക്ക് മാതൃകയായ ദൈവം നിന്നെ നോക്കി പറയുന്നു, ഞാൻ അനുസരിച്ചതുപോലെ നിന്റെ അകത്ത് വന്ന ആത്മാവിനെ അനുസരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നീ നന്മ
നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, നിന്നിൽ വന്ന വാഗ്ദത്തത്താൽ നിന്നിൽ സംഭവിക്കാൻ പോവുക. ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ദൈവം ചില ദൂതുകൾ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ. ക്ഷാമം വെളിപ്പെടുമ്പോഴും ഇപ്പോഴും കർത്താവ് പറയുന്നത് ഒരു റിവൈവൽ ഉണ്ടെന്ന, ഒരു നിറവുണ്ടെന്ന, അനുസരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പിക്ചർ നിങ്ങളുടെ അകത്ത് വന്നു. ഇനി നിങ്ങൾ അനുസരിക്കേണ്ടത് ആത്മാവിനെയാണ്. ഞാൻ അതിന് ഒരു ഓപ്ഷൻ മുമ്പിൽ വെച്ചു. ഇന്ന് രാവിലെ മുതൽ, ഇന്ന് വൈകിട്ട് മുതൽ ആത്മാവിലുള്ള പ്രാർത്ഥന ആരംഭിക്കുക. ആത്മാവ് നിന്നിലൂടെ സംസാരിക്കുന്നത് നീ കാണാൻ പോവുകയാണ്. നിന്നെ നിയന്ത്രിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, നിന്റെ മേൽ അയക്കപ്പെട്ട കാര്യസ്ഥന്റെ മുഴു നിയന്ത്രണത്തിൽ നിന്റെ മനസ്സും ചിന്തയും ആകുന്ന അനുഭവത്തിനകത്തേക്ക് നിന്നെ സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. ഓ കാവൽ വേണം. പരിശുദ്ധാത്മാവിൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ദൈവാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും ഉച്ചത്തിൽ പാടിക. നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടുമിണ്ടും എൻ കൂടെയിരിക്കും. എന്നോടുമിണ്ടും എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ ഓ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മെ നയിക്കാൻ, നടത്താൻ, സംരക്ഷിക്കുവാൻ ഇറങ്ങി വന്ന ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിലും തോന്നാത്തത്, പൂർവ്വകാലങ്ങളിൽ നിശബ്ദമാക്കപ്പെട്ടതും ഇപ്പോൾ വെളിപ്പെടുന്നതുമായ ആ ജീവിതാനുഭവങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ അറിവുള്ളവനായി വെളിപ്പെട്ട ആത്മാവ്. അവന് മാത്രമേ നിന്റെ ഭാവി അറിയാവുള്ളൂ. അവന് മാത്രമേ നിന്നെ അറിയാൻ പറ്റുള്ളൂ. ഇന്ന് പകല് ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിനകത്ത് തികഞ്ഞവരോട് ആത്മാവിൽ പറയുന്നു, നിനക്കൊരു മഹത്വകരമായ ലൈഫുണ്ട്. ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് മുമ്പിൽ ആത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും വെളിപ്പെടും. ആത്മാവിലുള്ളത് തുറന്നു കൊണ്ടുവരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ജഡത്തിലുള്ളത് ജഡത്തിന് മാത്രം തിരിച്ചറിയുമ്പോൾ ആത്മാവിലുള്ളത് ആത്മാവിനകത്ത് മാത്രമേ ഉള്ളൂ. ദൈവം തൻ്റെ പുത്രനായ യേശു കർത്താവിനെ ഭൂമിയിൽ അയച്ച് അവൻ്റെ വചനം കൊണ്ട് നേടിയെടുത്ത് നമ്മുടെ ഉള്ളിൽ അവൻ്റെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവായി ഇറങ്ങി വന്നവൻ നിന്നെ നടത്തുവാനും നിയന്ത്രിക്കുവാനും ആത്മാവിലുള്ളതിലേക്ക് കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുമ്പോൾ ഈ പകൽ അതിനായി സമർപ്പിക്കാം. ആത്മാവിൻ്റെ അനുസരണമാണ് ഏകജ്ഞാനിയായ ദൈവത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെയും ആ ഒരു നിവർത്തീകരണം നിന്നിൽ സഫലമാക്കിക്കൊണ്ടുവരുന്നത്. നല്ല പിതാവും ഞങ്ങളുടെ